ദൈവത്തിന്റെ കരം നീ ഞാനും കാണാൻ തുടങ്ങും. നമ്മൾ കർത്താവിന്റെ സാക്ഷികളായി നിൽപ്പാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഞാനൊക്കെ മുമ്പ് ഭയങ്കര ഗമയായിട്ട് വന്ന ഒരാളാണ്. എല്ലാം തികഞ്ഞവനെ പോലെ എന്ത് പറഞ്ഞാൽ ആരോട് എന്തിനും ഭയങ്കര പ്രാഗൽഭ്യത്തോട് നടക്കുന്നു. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴോ ദൈവം ഓരോന്നോരോന്നായിട്ട് പുറത്തിട്ട് ഒരു തെറ്റ് തീർന്ന അടുത്തെടുത്ത് പുറത്തിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിന്റെ ഈ മുൻകോപമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവന് കട്ട്, ഇനി അവനുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധങ്ങൾ കട്ട് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരു തലത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്നോട് പലപ്പോഴും നീ മുൻകോപം മാറ്റണം. ഞാൻ മാറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നടക്കത്തില്ല. എന്റെ മൂത്തവൻ അവനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ദുബായിൽ അവൻ വന്നു. അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവനോട് കൂടെ വേറൊരാൾ കൂടെ ഉണ്ട്. പക്ഷെ അവൻ പറഞ്ഞത് സ്തോത്രം ശരിയായില്ല. വീണ്ടും അവൻ അത് തന്നെ പറയുന്നു പറഞ്ഞപ്പോൾ അവനോട് ഞാൻ ചാടിക്കയറി സംസാരിക്കുകയാണ്. സംസാരിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനെ പിടികൂടി, നീ ചെയ്തത് ശരിയല്ല, നീ അവനോട് ക്ഷമ ചോദിച്ചു. ഞാൻ ഞെട്ടി അകത്തേക്ക് കയറി ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണമെന്നറിയാം? കൂടെ വേറൊരാൾ കൂടെ ഇരിപ്പുണ്ടോ? വേണ്ടപ്പെട്ട ഒരാൾ കൂടെ ഇരിപ്പുണ്ടോ? പ്രിയമുള്ളവരെ, കരഞ്ഞും നിലവിളിച്ചുമാണെങ്കിലും ആ വ്യക്തിയുടെ മുൻപിൽ വെച്ച് തന്നെ അവരോട് ക്ഷമ ചോദിക്കുവാൻ സ്വർഗം എനിക്ക് കൃപ തന്നു. ഇന്നും ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അത് വിട്ടുമാറിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒന്നെനിക്കറിയാം, നിയന്ത്രിക്കേണ്ട സമയങ്ങളിൽ അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ തുറക്കുന്നുണ്ട്. എല്ലാം തികഞ്ഞവനെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം തികഞ്ഞവരെന്ന അവകാശവാദം ആരെങ്കിലും പറയുന്നെങ്കിൽ വളരെ വ്യക്തമാണ്, അവൻ കള്ളനെന്നാണ് ബൈബിൾ പറയുന്നത്. ചില നിന്നെ പാപമില്ല എന്ന് നീ ചിന്തിക്കുന്നവൻ കള്ളനാണ്. എല്ലാം ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും നമ്മുടെ മുൻപിൽ നിരത്തി വെക്കുമ്പോൾ ആരാ ദൈവപുരുഷനെന്ന് കടന്നു വന്ന് പരിചയപ്പെടുത്തുന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. നമുക്ക് ഇവരോട് മറുപടി പറയാനില്ല. കാരണം ഇവരൊക്കെയും ദൈവജനത്തിന്റെ മുൻപിലേക്കാണ് നിൽക്കുന്നത്. ദൈവസന്നിധിയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാം കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ എങ്ങനെ ഇവർക്ക് ഈ രീതിയിൽ നീങ്ങാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? പ്രിയരെ, നമ്മൾ നമ്മുടെ തെറ്റുകൾ വിട്ട് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പദ്ധതി. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ മഹത്വം ഇടപെടുകയാണ്. മകളെ, നീ ഒന്ന് മടങ്ങി വരാൻ തയ്യാറാണോ? മകളെ,